ഇപ്പോൾ എം.എ. ബേബി CPM ജനറൽ സെക്രട്ടറി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എം.എ. ബേബി, ഈ സമരം എങ്ങനെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും? ശ്രീ എം.എ. ബേബി, ഇതിനെ താരതമ്യപ്പെടുത്താവുന്നത് സംയുക്ത കിസാൻ മോർച്ചയുടെ സമരത്തോടാണ്. കർഷക വിരുദ്ധമായ 3 നിയമങ്ങൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കൊണ്ടുവന്ന് അതിനെതിരായി ദീർഘനാൾ കർഷകർ നടത്തിയ പോരാട്ടം, അതിൽ കിസാൻ സഭയെല്ലാം വലിയ പങ്ക് വഹിച്ചിരുന്നു. സ്വതന്ത്ര കർഷക സംഘടനകൾ ഉണ്ടായിരുന്നു. ഒടുവിൽ പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടി ആ കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കാൻ 56 ഇഞ്ച് നെഞ്ചളവുള്ള ശ്രീ നരേന്ദ്രമോദി നിർബന്ധിതരായി. ഇപ്പോൾ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഉജ്ജ്വലമായ വിജയമാണിത്. ഈ സമരത്തിന് സാഹചര്യമൊരുക്കിയതിൽ നമ്മുടെ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളും ഒക്കെ പങ്കുവഹിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഇത്ര വലിയൊരു ശക്തമായ സ്വയംഭൂവായ വിദ്യാർത്ഥി സംഘടനകളുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയിട്ടുള്ള സമരമായി മാറിയതിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നൽകിയ, അദ്ദേഹം ഉദ്ദേശിച്ച് നൽകിയതല്ലെങ്കിലും അബോധമായി അദ്ദേഹം നൽകിയ സംഭാവനയും ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. കുറെ പാർട്ടികളെയും ചെതലിനെയും പോലുള്ള കുറെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ നടന്ന ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ നിരുത്തരവാദപരമായ പ്രസ്താവന, ആ പ്രസ്താവനയ്ക്കെതിരായിട്ടാണ് അഭിജിത് ദിപ്കെ ഒരു കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കിയത്. അവര് ഡൽഹിയിൽ വന്നിറങ്ങി. അപ്പൊ അവര് ബോസ്റ്റണിൽ നിന്നും അഭിജിത് ദിപ്കെ ഇന്ത്യയിലേക്ക് വരുമ്പോ ഈ സമരത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞ് ബന്ധപ്പെട്ടത് SFIയുടെ നേതാവ് ഐഷി ഘോഷിനെയാണ്. JNUവിലെ ചെയർമാനായിരുന്നു. അതുപോലെ മറ്റ് സംഘടനകൾ, SFI മാത്രമല്ല ISIയും AISFും ഒക്കെ തുടക്കം മുതൽ തന്നെ സമരത്തിലുണ്ടായിരുന്നു. അങ്ങനെ ജന്തർ മന്തർ കേന്ദ്രീകരിച്ച് നടന്ന ഉജ്ജ്വലമായ വിദ്യാർത്ഥി പ്രക്ഷോഭം ഇന്ത്യയുടെ നാനാഭാഗം, ഞാനവിടെ കഴിഞ്ഞ ദിവസം വരെ ഡൽഹിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ സ്വയം സർവകലാശാലയിൽ നിന്ന് കുട്ടികളെത്തുകയാണ് ഡൽഹിയിലേക്ക്. ഇതിനെ അടിച്ചമർത്താൻ ഏറ്റവും ഹീനമായ സമീപനമാണ് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നത്തെ ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ തന്നെ ഇത് അക്കമിട്ട് നിരത്തുന്നുണ്ട്. എങ്ങനെ ആണിതറച്ച വടികളുമായിട്ട് വന്നിട്ടാണ് കുട്ടികളെ ആക്രമിച്ചത്. പോലീസുകാർക്ക് പുറമെ പോലീസുകാർക്ക് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുന്നവർ വന്നു. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ABVPയുടെ നേതൃത്വത്തിൽ ആക്രമണം ഒഴിച്ചു വിട്ടപ്പോൾ അക്രമികളെ പോലീസ് സംരക്ഷിക്കുകയായിരുന്നു എന്നുള്ള കാര്യവും ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാധ്യമങ്ങൾ വലിയൊരു പങ്ക് വഹിച്ചു. ജനങ്ങൾ ഇതിനോടൊപ്പം നിന്നു. അതിപ്രശസ്തരായ വ്യക്തികൾ സച്ചിൻ തെണ്ടുൽക്കറും മമ്മൂക്കയും മഞ്ജു വാര്യരും നസറുദ്ദീൻ ഷായും അങ്ങനെ ജീവിതത്തിന്റെ നാനാ തുറയിലും പെട്ടവർ അണിനിരുന്നു. അപ്പൊ ഇത് വിദ്യാർത്ഥികളുടെ വിജയമാണ്, ജനങ്ങളുടെ വിജയമാണ്. സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് ഇതിൽ പങ്കുവഹിക്കാൻ കഴിഞ്ഞു. രാഷ്ട്രീയ പാർട്ടികൾ, ചില പ്രധാനപ്പെട്ട പാർട്ടികൾ വളരെ വൈകിയാണ് ഈ സമരത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞത്. പാർലമെന്റിന്റെ സെഷൻ ജൂലൈ 20 തുടങ്ങുമ്പോൾ ഈ പ്രശ്നം അവിടെ ഏറ്റവും ഗൗരവമായിട്ട് ഉന്നയിക്കണമെന്ന് CPIയും മറ്റും CPIMും ഇടതുപക്ഷ പാർട്ടികളും വാദിച്ചപ്പോൾ മറ്റു ചില വിഷയങ്ങൾ, അതും ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്, അതിന് മുൻഗണന കൊടുക്കണമെന്ന് വാദിച്ച പാർട്ടികളുണ്ട്, പ്രധാനപ്പെട്ട ചില പാർട്ടികളുണ്ട്. പക്ഷേ CPIMും ഇടതുപക്ഷവും ശക്തമായി പാർലമെന്റിലെ കക്ഷി നേതാക്കന്മാരുടെ യോഗത്തിൽ പറഞ്ഞു, ഈ വിദ്യാർത്ഥികളുടെ ഭാവി, പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളില്ലാത്ത ഒരു കുടുംബവും സാധാരണഗതിയിൽ ഇന്ത്യയിലില്ല, അവരുടെയൊക്കെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന് പറഞ്ഞ് പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ ഇടതുപക്ഷം ഒരു സമരം കൂടെ നടത്തിയിട്ടാണ് ഈ വിഷയം മുഖ്യ വിഷയമായിട്ട് വന്നത്. അതിനുശേഷം ഇത് പ്രതിപക്ഷം ഏറ്റെടുത്തു. പ്രതിപക്ഷ നേതാവും രംഗത്ത് വന്നു. അപ്പൊ ഒരു ചെറിയ അമാന്തം ഉണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാവരും അണിനിരന്നു. മർദ്ദനം കൊണ്ട് അടിച്ചമർത്താൻ കഴിയില്ല. ഇന്റർനെറ്റ് അവിടെ വിച്ഛേദിച്ചു. 18-19 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു ഡൽഹിയിൽ. അപ്പൊ അത്തരത്തിൽ ദൂരെ ഇരിക്കുന്നവർക്ക് അതിന്റെ ഗൗരവം മുഴുവൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ പാർലമെന്റ് അംഗങ്ങളും ദേശീയ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായി ഞങ്ങളും പോകുമ്പോൾ ഞങ്ങളെ കടത്തി വിടുന്നില്ല സമര കേന്ദ്രത്തിലേക്ക്. പോലീസുകാരുമായിട്ട് വഴക്കുണ്ടാക്കേണ്ടി വന്നു. സോനം വാങ്ചുക്ക് പിന്നെ ആശുപത്രി കിടന്നപ്പോ MPമാരും ഞാനും കൂടെ ചെന്നപ്പം ആശുപത്രി കടത്തിവിടാൻ അനുവദിക്കുന്നില്ല. അപ്പം നഗ്നമായ ജനാധിപത്യ ധ്വംസനമാണ് ഡൽഹിയിൽ നടന്നത്. നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ അവസാനത്തിന്റെ ആരംഭമായി ഈ സമരം മാറുകയാണ് എന്ന് ഞങ്ങൾ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. സമരത്തിൽ ഉറച്ചു നിന്ന വിദ്യാർത്ഥി സമൂഹത്തിനും
സമരത്തിന് പിന്തുണ നൽകിയ സകലർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. വിശേഷിച്ച് അഭിജിത്ത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതാവ്, പ്രതിഭാശാലിയായ വിദ്യാർത്ഥി സോണം വാൻചുക്, ബാക്കി ഈ സമരത്തിൽ സഹകരിച്ച എല്ലാ സംഘടനാ പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും ജനങ്ങൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. വിജയമുഹൂർത്തം നമ്മളെല്ലാം നേടിയെന്ന തെറ്റിദ്ധാരണയിലേക്ക് പൊയ്ക്കൂടാ. ഇനിയും സമരത്തിന്റെ ഒരുപാട് പടവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ കച്ചവടവൽക്കരണ വിദ്യാഭ്യാസ നയത്തിന്റെ ഉൽപ്പന്നമാണ് ഈ നീറ്റ് പരീക്ഷ നടന്ന കുഴപ്പങ്ങൾ. അതുകൊണ്ട് സമരം നമുക്കിനിയും തുടരേണ്ടതുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം നമ്മൾ നേടിയെടുത്തിരിക്കുന്നു. മോഡി ഗവൺമെന്റിനെ മുട്ടുകുത്തിച്ചിരിക്കുന്നു. പക്ഷേ അവർ പൂർണ്ണമായും ഇനിയും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണണം. വളരെയധികം നന്ദി ശ്രീ എം എ ബേബി പ്രതികരിച്ചതിന്.